നമസ്കാരം. നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടണമെന്നുണ്ടോ? എങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന കാര്യം പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു കിട്ടും. അത് ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള സാമ്പത്തികമാകാം, ചിലപ്പോൾ പ്രണയത്തിലുള്ള വിഷയങ്ങളായിരിക്കാം, കുടുംബത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. എന്ത് തന്നെ ആണെങ്കിലും നിങ്ങളിത് വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും. അത് അത്രയും മനസ്സിൽ ഉറപ്പിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഒരു വൈറ്റ് പേപ്പർ, പിന്നെ കുറച്ച് ഇന്ദുപ്പ്, ഒരു പച്ച മഷിയുള്ള പെന്ന്, പിന്നെ നൂല്. ഇതാണ് നമുക്ക് ആവശ്യം. ഈ കാര്യം ചെയ്യുന്നത് കുളി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാൻ. മനസ്സിലെ ആഗ്രഹം എന്താണോ അത് മനസ്സിലപ്പോൾ നന്നായി ആ കാര്യം നടക്കും എന്നുള്ളൊരു ചിന്ത കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് കുളി കഴിഞ്ഞ് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് ആ പേപ്പറിൽ ആ മഷി കൊണ്ട്, പച്ച മഷി കൊണ്ട് ഒരു വൃത്തം വരയ്ക്കുക. വൃത്തം വരച്ചതിന് ശേഷം നമ്മുടെ ആഗ്രഹം എന്താണോ അത് ആ വൃത്തത്തിനുള്ളിൽ എഴുതുക. അപ്പോൾ വലിയ ആഗ്രഹമാണെങ്കിൽ ആ വൃത്തത്തിനൊരു വലിപ്പം വേണമെങ്കിൽ അതിനുള്ളിൽ നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് അനുസരണം നോക്കി ആ വൃത്തത്തിൻ്റെ വലിപ്പം കൂട്ടാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ കാര്യം എഴുതി അതിലേക്ക് കുറച്ച് ഇന്ദുപ്പ് ഇടുക. ഇന്ദുപ്പിട്ടതിന് ശേഷം അത് നന്നായി മടക്കി നൂലുകൊണ്ട് നന്നായി ചുറ്റിക്കെട്ടുക. ഇത് കെട്ടുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കണം. എന്ത് വിഷമമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമുക്കത് സാധിച്ചു കിട്ടും എന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസത്തിലായിരിക്കണം ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് നന്നായി ചുറ്റിക്കെട്ടിയതിന് ശേഷം അത് നമ്മൾ കിടക്കുന്ന നേരത്ത് മതി നമ്മളുടെ തലയുടെ ഭാഗത്ത് അത് വെക്കണം. അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധനം എടുത്ത് ഭദ്രമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. കിടക്കാൻ നേരത്ത് നമ്മൾ കിടക്കുന്നതിൻ്റെ തലയുടെ ഭാഗത്ത് വെക്കണം. ആ സമയത്ത് ഇത് എടുക്കുമ്പോഴൊക്കെ എപ്പോഴാണോ നമ്മൾ എടുക്കുന്നതും മാറ്റി വെക്കാനും കിടക്കാൻ നേരത്ത് എടുക്കും അപ്പോഴൊക്കെ മനസ്സിലാ കാര്യം നടന്നു കിട്ടുമെന്നുള്ള പൂർണ്ണ ഒരു വിശ്വാസത്തോടു കൂടി വേണം അതെടുക്കാനും അതെടുത്ത് മാറ്റി വെക്കാനും. ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ച ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾ ആ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചു കിട്ടും. പിന്നെ ചില ആളുകൾക്ക് എല്ലാ കാര്യത്തിനും തടസ്സമുള്ള ആളുകളുണ്ട്. അവർക്ക് സ്വാഭാവികമായിട്ടും ദിവസങ്ങൾ നീണ്ടുപോകും ഇത് സാധിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അവർക്ക് എന്ത് കാര്യങ്ങളും നല്ലത് വരുന്നതിനും ഒരു തടസ്സം ഉണ്ടാവും. കയ്യിലോളം എത്തിയിട്ട് കയ്യിൽ നിന്ന് പോകുന്നൊരു സ്ഥിതി ഉണ്ടാവും. അത് നെഗറ്റീവ് എനർജി അതല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്യണം. എങ്കിലാണ് വിചാരിച്ച എന്ത് കാര്യങ്ങളും നമ്മളിലേക്ക് എത്തുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കാലതാമസം പിടിക്കും നമ്മൾ വിചാരിച്ച ഒരു കാര്യമൊക്കെ നടന്ന് കിട്ടണമെങ്കിൽ. അങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഞാൻ വിചാരിച്ച ഒരു കാര്യം നടക്കില്ല എന്ന്. അത് ഇതുകൊണ്ടാണ് മനസ്സിലെ ചിന്താഗതിയും അതിനനുസരിച്ചായിരിക്കും, അവർക്കുള്ള തടസ്സങ്ങളും അതിനനുസരിച്ചായിരിക്കും. ചിന്താഗതി അങ്ങനെ കൂടുന്തോറും തടസ്സങ്ങളും കൂടി വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊതുവേ പോസിറ്റീവായി ചിന്തിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വലിയ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് 21 ദിവസം വരെ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഒരാഴ്ച വെക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം കാണാൻ തുടങ്ങും. സാമ്പത്തികമാണെങ്കിൽ എന്ത് കാര്യമാണെങ്കിൽ അതിലുള്ള മാറ്റങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലൊരാഴ്ചക്കുള്ളിൽ യാതൊരുവിധ മാറ്റങ്ങളും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ നെഗറ്റീവ് എനർജിയെ കളഞ്ഞ് തടസ്സങ്ങളെ മാറ്റി വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി കൂടുതൽ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിനെക്കുറിച്ച് എങ്ങനെ മാറ്റാം എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അത് മനസ്സിലാക്കി നിങ്ങൾ ആ നെഗറ്റീവ് എനർജിയെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന എന്ത് കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.